അയ്യോ വണക്കം. കഴിഞ്ഞ 10 കൊല്ലം നമ്മുടെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ഇരുന്നപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ആഭ്യന്തര പ്രശ്നം എന്തായിരുന്നു? കേരളത്തിൻ്റെ ഏറ്റവും വലിയ ആഭ്യന്തര പ്രശ്നം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ആർത്തവമായിരുന്നു. അതായത് മെൻസ്ട്രേഷൻ അഥവാ മെൻസ്ട്രൽ പീരീഡ് ആയിരുന്നു. കേരളത്തിൽ 10 കൊല്ലവും ജനങ്ങൾ അതിഭീകരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ മെൻസ്ട്രേഷനെ സംബന്ധിച്ചും മെൻസ്ട്രൽ പീരീഡിനെ സംബന്ധിച്ചും ശബരിമലയിലെ വിധി വന്നപ്പോൾ കുറച്ച് കൂടുതലായി അത് ചർച്ച ചെയ്യപ്പെട്ടു. അതായത് ആർത്തവം അശുദ്ധിയല്ല, ആർത്തവ ദിവസത്തിൽ പോലും ഞങ്ങൾക്ക് അമ്പലത്തിൽ കയറണം എന്നൊക്കെയുള്ള വലിയ രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ ചർച്ചയ്ക്കകത്ത് ഉൾപ്പെട്ട് വന്നിരുന്നത്. എന്തായിരുന്നാലും ആർത്തവം അശുദ്ധിയാണോ, ആർത്തവ ദിനത്തിൽ അമ്പലത്തിൽ കയറണോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും മറുപടി പറയാൻ ഞാൻ ആളല്ല. ഇനി ഞാൻ മറുപടി പറഞ്ഞിട്ട് വേണം, നീ ഒരു പുരുഷനല്ലേ, നീ സ്ത്രീയല്ലല്ലോ, സ്ത്രീകളുടെ വേദനയെക്കുറിച്ച് നിനക്ക് എന്തറിയാമടാ തെണ്ടി എന്നൊക്കെ പറഞ്ഞ് ഇവറ്റുകൾ രംഗത്തെത്താൻ വെറുതെ എന്തിനാ നമ്മൾ പുലിവാലി പിടിക്കുന്നത്? അതുകൊണ്ട് അതിനെക്കുറിച്ച് ബോധമുള്ള ആൾക്കാർ അതിനെക്കുറിച്ച് മറുപടി പറയട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്കതിനെക്കുറിച്ച് മറുപടി പറയാനുള്ള യാതൊരുവിധ കഴിവുമില്ല. ആർത്തവ ദിവസങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന വേദന എന്ന് പറയുന്നത് അതികഠിനമാണ്, അതിഭീകരമാണ്. അവർക്കുണ്ടാകുന്ന മൂഡ് സ്വിങ്സിനെ കുറിച്ച് നിനക്കറിയാവടേ എന്നൊക്കെ പല സ്ത്രീകളും ചിലപ്പോൾ ചോദിച്ചുകൊണ്ട് വന്നേക്കും. പക്ഷേ പഠനങ്ങളൊക്കെ പറയുന്നത് ഞങ്ങൾ പുരുഷന്മാരില്ലേ, ഞങ്ങൾ പുരുഷന്മാർക്കാണ്, അതായത് നിങ്ങൾക്ക് ആർത്തവ ദിവസങ്ങളിലല്ലേ മൂഡ് സ്വിങ്സ് ഉള്ളൂ, നമുക്ക് ഒരു ദിവസം 10,000-കണക്കിന് സ്വിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു പോകുന്ന ഒരു ടീമാണ് പുരുഷന്മാരെന്ന് പറയുന്നത്. ഈ വേദന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ സ്വിങ്ങുകളെയൊക്കെ നമ്മൾ എവിടെ പോയി പിടിച്ചു കെട്ടും എന്നാണ് ഇപ്പോൾ പുരുഷന്മാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി ഞാൻ ആർത്തവ കവാടത്തെ കണക്കാക്കുന്നു. പിന്നെ ഇവിടെയുള്ള പുരോഗമനവാദികളും ഫെമിനാസികളും എല്ലാം ഇറങ്ങി ആർത്തവം അശുദ്ധിയല്ല എന്ന് വിളിച്ചു കൂവുന്നു. സ്കൂളുകളിലും കോളേജുകളിലും തുണിയില്ലാത്ത പടങ്ങളുണ്ടാക്കി വയ്ക്കുന്നു. അയ്യപ്പ എൻ്റെ കാലിൻ്റെ ഇടയിലേക്ക് നോക്കല്ലേ എന്ന് പറയുന്ന പോസ്റ്റർ അടിച്ചു വയ്ക്കുന്നു. ആർത്തവ രക്തത്തിൽ അയ്യപ്പനെ അഭിഷേകം ചെയ്യുന്ന പോസ്റ്റർ വരെ ഇവിടെ ഉണ്ടാക്കി വെച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ പൂക്കി മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ അദ്ദേഹം ഭരണത്തിലേറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയൊരു പരിഷ്കാരം കയ്യടി നേടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. ആ പരിഷ്കാരം വേറൊന്നുമല്ല, ആർത്തവ ദിവസങ്ങളിൽ സ്കൂളിലെ കുട്ടികൾക്ക് ഞാൻ അവധി കൊടുക്കുന്നു. അതായത് 3 ദിവസം ഞാൻ അവധി കൊടുക്കും. ആർത്തവ ദിവസത്തിൽ സ്കൂളിലെ കുട്ടികൾക്ക് ആ ദിവസം സ്കൂളിൽ വരാനോ പഠിക്കാനോ ഉള്ള കണ്ടീഷൻ അല്ലെങ്കിൽ 3 ദിവസം അവർക്ക് അവധി എടുക്കാം എന്നുള്ളതാണ് നമ്മുടെ പൂക്കി മുഖ്യമന്ത്രിയായിട്ടുള്ള നമ്മുടെ വി ഡി സതീശൻ്റെ ഏറ്റവും വലിയ തീരുമാനം എന്ന് പറയുന്നത്. പൈസ ഇങ്ങോട്ട് ഇറങ്ങുന്ന ഒരു തീരുമാനം അദ്ദേഹം എടുത്തിട്ടില്ല. KSRTCയിൽ സൗജന്യ യാത്രയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ യഥാർത്ഥത്തിൽ നഷ്ടമാണ്, അതായത് കുറേ പൈസ പോകും. അങ്ങനെയാണെങ്കിൽ നടക്കില്ല, അത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ തൊഴിലാളികളുണ്ടല്ലോ, ഈ ഗവൺമെൻറ് സെക്ടറിലുള്ള സ്ത്രീകൾക്ക് ഈ ആർത്തവ ദിവസത്തിൽ അവധി കൊടുത്താലോ, അപ്പോൾ ആര് ജോലി ചെയ്യും? അപ്പോഴും പൈസ പോകില്ലേ, അതായത് അപ്പോഴും സർക്കാരിന് നഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ അതും പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, കുട്ടികൾക്ക് എന്ത് ചെയ്യാം, കുട്ടികൾക്ക് ആർത്തവ ദിവസം അവധി കൊടുക്കാം. ഈ കുട്ടികൾക്ക് ആർത്തവ ദിവസം അവധി കൊടുക്കുന്ന പരിപാടിയാണ് ഏറ്റവും ആദ്യം നമ്മുടെ വി ഡി സതീശൻ സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു പൈസ ചിലവും ഇല്ലാത്തൊരു കാര്യമാണ്. പിള്ളേർ വീട്ടിൽ പോയി അവിടെ ഇരുന്നോളും, മറിച്ച് സർക്കാരിന് അതുകൊണ്ട് ഒരു കയ്യടി കിട്ടും. എന്നാൽ ഒരു നഷ്ടവും സർക്കാരിൻ്റെ ഖജനാവിന് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ പെരിച്ചാഴി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ടല്ലോ, പെരിച്ചാഴി എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ മോഹൻലാൽ നമ്മുടെ മുകേഷിന് വേദം ഉപദേശിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സീനുണ്ട്, അതായത് ടെക്നിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു സീൻ. മുകേഷ് വലിയൊരു അഴിമതിയിലൊക്കെ പെട്ടിങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മുടെ പെരിച്ചാഴിയിൽ മോഹൻലാൽ വന്നിട്ട് പറയും, ഈ സാറ്റലൈറ്റ് മീഡിയാസൊക്കെ സീസണലാണ് എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് മീഡിയാസിൻ്റെ വാർത്ത എന്നൊക്കെ പറയുന്നത് പാമ്പ് ചെത്താൽ അടുത്ത വാർത്ത കഴുകൻ ചാവുന്നത് വരെ, ഇത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ സാറ്റലൈറ്റ് മീഡിയാസിനെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്താലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശബരിമലയിലേക്ക് പോകുന്ന തമിഴന്മാരായിട്ടുള്ള അയ്യപ്പന്മാർക്കെല്ലാം ഇരുമുടിക്കൊരു ടാക്സ് അങ്ങ് ഏർപ്പെടുത്തിയത്. പിന്നെ വാർത്ത മാറുന്നു, വേറൊന്നും ജനങ്ങൾക്ക് ചർച്ച ചെയ്യേണ്ട, ഇരുമുടി ടാക്സ് ഇരുമുടി, ഇത് മാത്രമേ ഉള്ളൂ. അതുപോലെ നമ്മുടെ വി ഡി സതീശൻ സർക്കാർ കൊണ്ടുവന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഈ ചർച്ചയെല്ലാം ഈ ആർത്തവം എന്ന് പറയുന്നൊരു സാധനം, അതായത് സ്കൂൾ കുട്ടികൾക്ക് ആർത്തവ ദിവസത്തിൽ അവധി കൊടുക്കുന്നു എന്നുള്ള ആ ഒരു വാർത്തയിൽ മുങ്ങിത്താണ് പണ്ടാരമടങ്ങിപ്പോയി. അതുകൊണ്ടാണ് പ്രധാനമായിട്ടും ഞാൻ ഇതിനെക്കുറിച്ചൊരു വാക്ക് പോലും പറയാത്തത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ടു. ആ പോസ്റ്റ് നമ്മുടെ ആങ്കറായിട്ടുള്ള, അതായത് അവതാരകയായിട്ടുള്ള അശ്വതി എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു യുവതിയാണ്, നല്ല രീതിയിൽ ഷോസൊക്കെ അവതരിപ്പിക്കാൻ പ്രാപ്തിയും കെൽപ്പും ഉള്ള ഒരു സ്ത്രീയാണ്. അവർ പറയുന്നത്, അടിസ്ഥാന ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ കുറവ്, ആർത്തവ അവധിയെ വിമർശിക്കുന്നവർക്ക് പ്രതികരണവുമായി അശ്വതി എന്നുള്ളതാണ് ആ വാർത്തയുടെ തലക്കെട്ട്. അശ്വതി എന്ന് പറയുന്ന ആ ഒരു ആങ്കറിനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആ ചോദ്യം എന്ന് പറയുന്നത്, ഈ ആർത്തവ അവധി കുട്ടികൾക്ക് കൊടുക്കുന്നത് അതെന്തോ ആയിക്കൊണ്ട് പോട്ടെ, ചില സംശയങ്ങളാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത്. ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന അവിടെ നിൽക്കട്ടെ,
ടീച്ചർമാർക്ക് ആർത്തവ അവധി കൊടുക്കണ്ടേ? അല്ല, ടീച്ചർമാരാണല്ലോ കുട്ടികളെക്കാട്ടിലും സ്ട്രെസ്സ് പഠിപ്പിക്കുന്നത്. പണ്ട് ഞാൻ ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഈ പഠിക്കാതെയും ഹോംവർക്ക് എഴുതാതെയും അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോൾ ടീച്ചർമാർ നിരന്തരം പറയുന്നൊരു കാര്യമുണ്ട്: നിങ്ങൾ ഈ പോർഷൻ പഠിക്കുന്നതിന് മുമ്പ് തലേദിവസം വീട്ടിൽ ചെന്നിരുന്ന് എനിക്ക് സുഖമില്ലെങ്കിലും ഈ പോർഷൻ ഞാൻ കുത്തിയിരുന്ന് പഠിക്കും, എന്നിട്ടാണ് നിങ്ങളെ ഇത് വന്ന് പഠിപ്പിക്കുന്നത്. എന്നിട്ട് പോലും നീയൊക്കെ ശ്രദ്ധിക്കാതിരിക്കുന്നു. ഇതുപോലൊരു തല്ലിപ്പൊളി ക്ലാസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നൊക്കെ ടീച്ചർമാർ പറയാറുണ്ടായിരുന്നു. അതായത് ടീച്ചർമാർക്ക് ഭയങ്കര സ്ട്രെസ്സും ടീച്ചർമാർക്ക് അതിഭീകരമായിട്ടുള്ള വർക്ക് ലോഡുമുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആർത്തവ അവധി പ്രാഥമികമായിട്ടൊരു സ്കൂളിൽ കൊടുക്കുമ്പോൾ അത് ടീച്ചർക്കല്ലേ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു ഡൗട്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എൻ്റെ പ്രധാനപ്പെട്ട ഡൗട്ട്, ഈ കുട്ടികളും ടീച്ചർമാരുമല്ല, നമ്മുടെ സമൂഹത്തിലെ നാനാതുറകളിൽ ഇപ്പോൾ അധ്വാനിക്കുന്ന സ്ത്രീ വിഭാഗമുണ്ട്. ഈ അധ്വാനിക്കുന്ന സ്ത്രീ വിഭാഗങ്ങൾ സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ള, അത് ഗവൺമെൻറ് സെക്ടറിലായിക്കോട്ടെ, അത് പ്രൈവറ്റ് സെക്ടറിലായിക്കൊള്ളട്ടെ, എന്തിനു പറയുന്നു, കല്ലും മണ്ണും ചുമക്കാൻ പോകുന്ന സ്ത്രീകൾ വരെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഇവർക്കൊന്നും ആർത്തവ അവധി എന്ന് പറയുന്ന ഈ അവധി വേണ്ടേ എന്നുള്ളതാണ് എൻ്റെ ന്യായമായിട്ടുള്ളൊരു സംശയം. എന്തായാലും നിങ്ങൾ ആർത്തവ അവധി കൊടുക്കാൻ പോകുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് ആർത്തവ അവധി അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാക്ക് ടു സ്കൂളിലേക്ക് തന്നെ തിരിച്ചു വരാം. ഈ സ്കൂളിലേക്ക് തിരിച്ചു വരുമ്പോൾ ആഴ്ചയിൽ എന്തായാലും 4 ദിവസം അവധി, എല്ലാ ഞായറാഴ്ച അവധിയാണല്ലോ, എല്ലാ ഞായറാഴ്ച അവധിയാണ്. അത് കഴിഞ്ഞ് 2ാം ശനിയാഴ്ച അവധി. ഇനി 2ാം ശനിയാഴ്ച പോട്ട്, ഈ ശനിയാഴ്ചകളിലൊക്കെ എപ്പോഴൊക്കെ അവധി വരുമെന്ന് നമുക്ക് പറയാൻ പോലും പറ്റില്ല. അതല്ലാതെ ദേശീയ അവധികൾ, അതുമല്ലാതെ അപ്രതീക്ഷിതമായിട്ട് വരുന്ന ഹോളിഡേയ്സ് വേറെ, ഇങ്ങനെ പല 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 അവധികളാണ് സ്കൂളുകളിലുള്ളത്. അപ്പോൾ സ്കൂളുകളിൽ ഇങ്ങനെ പല 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 അവധികളുള്ളപ്പോൾ അതുകൂടാതെ 3 ദിവസം അതും സ്കൂളിലെ പെൺകുട്ടികൾക്ക് ആർത്തവ അവധി കൂടെ കൊടുക്കുമ്പോൾ എൻ്റെ ന്യായമായിട്ടുള്ളൊരു സംശയമാണ്, ഈ പഠിക്കാനാണല്ലോ നമ്മൾ സ്കൂളിൽ പോകുന്നത്, ഈ സ്കൂൾ കുട്ടികൾ ഈ പോർഷൻസ് എങ്ങനെ കവർ ചെയ്യും എന്നുള്ളതാണ് സംശയം. പോരട്ടെ, സ്കൂൾ കുട്ടികൾ ഈ പോർഷൻ എങ്ങനെ കവർ ചെയ്യും, അതായത് പഠിക്കാനുള്ള പോർഷൻ ഈ സ്കൂൾ കുട്ടികൾ എങ്ങനെ കവർ ചെയ്യും എന്നുള്ളതാണ്. അതായത് ആർത്തവ അവധി എടുക്കുന്ന ഒരു കുട്ടി, ആഴ്ചയിൽ 3 ദിവസമായിരിക്കുമല്ലോ ആർത്തവ അവധി. ഈ 3 ദിവസം എന്ന് പറയുന്നത്, ആർത്തവം 7 ദിവസമാണ്, അതായത് 7 ദിവസമാണ് നാച്ചുറലി ആ പ്രോസസ്സ് ഒക്കെ ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ 3 ദിവസം കൊണ്ട് ആർത്തവ അവധി എടുത്തിട്ട് തിരിച്ചു വരുന്ന ഒരു കുട്ടി, ഈ കുട്ടിക്ക് 3 ദിവസത്തിൽ ആ പെയിൻ അല്ലെങ്കിൽ ആർത്തവത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ മാറിയില്ലെങ്കിൽ ഈ 3 ദിവസത്തെ പോർഷനും കൂടെ ചേർത്ത് 4ാമത്തെ ദിവസം ഈ ആർത്തവത്തിൻ്റെ പെയിനും കൂടെ ചേർത്ത് ആ കുട്ടിക്ക് എങ്ങനെ കവർ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ അടുത്ത ചോദ്യം. ഇനി അതിൻ്റെ അടുത്ത ചോദ്യം, അങ്ങനെയാണെങ്കിൽ സ്കൂളുകൾ ആർത്തവ അവധി എടുക്കുന്ന കുട്ടികൾക്ക് എക്സ്ട്രാ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുമോ എന്നുള്ളതാണ് എൻ്റെ അടുത്ത ചോദ്യം. കാരണം നമ്മൾ സ്കൂളിൽ വിടുന്നത്, കുട്ടികളെ വിടുന്നത് പഠിക്കാനാണ്, നല്ല സാമൂഹികമായിട്ടുള്ള പൗരന്മാരെ ഉണ്ടാക്കിയെടുക്കാനാണ്. അപ്പോൾ ഇങ്ങനെ വലിയൊരു സാധനം ഇതിനകത്ത് കിടപ്പുണ്ട് എന്നുള്ളതാണ്. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ കുട്ടികൾക്കും ഒരു ദിവസമല്ല ആർത്തവം വരുന്നത്. അതായത് ഏപ്രിൽ 14 എല്ലാ വർഷവും വിഷു എന്ന് പറയുന്നത് പോലെയല്ല എല്ലാ കുട്ടികൾക്കും ആർത്തവം ഉണ്ടാകുന്നത്. ഈ ആർത്തവം എന്ന് പറയുന്ന സാധനം പല കുട്ടികൾക്കും പല സമയത്തായിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സ്കൂളിൽ ഈ പോർഷൻ കവർ ചെയ്യാൻ എക്സ്ട്രാ ക്ലാസ്സുകൾ കൊടുക്കുകയാണെങ്കിൽ പോലും ആ എക്സ്ട്രാ ക്ലാസ്സുകൾ സ്കൂൾ എങ്ങനെ മാനേജ് ചെയ്യും? കാരണം എല്ലാ കുട്ടികൾക്കും ഒരു ദിവസമല്ല ആർത്തവം ഉണ്ടാകുന്നത്, അത് സ്കൂൾ എങ്ങനെ മാനേജ് ചെയ്യും? അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സ്കൂൾ എന്ത് ചെയ്യും? ഈ പിള്ളേരുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ ഫീസ് വാങ്ങിക്കും. ഈ പിള്ളേരുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ ഫീസ് വാങ്ങിച്ചാൽ എന്ത് സംഭവിക്കും? വലിയ വിവാദവും. കാരണം പെൺകുട്ടികളുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ ഫീസ് വാങ്ങിക്കുന്നു, ഞങ്ങൾ അബലകളായതുകൊണ്ടാണോടാ ഞങ്ങളുടെ എന്നൊക്കെ പറഞ്ഞ് നീയൊക്കെ തെരുവിലിറങ്ങും. അപ്പം സ്കൂൾ എന്ത് ചെയ്യും? അവരുടെ ആ ഒരു ഫീസ് നൈസായിട്ട് അങ്ങ് വർദ്ധിപ്പിക്കും. എല്ലാ കുട്ടികളുടെ കയ്യിൽ നിന്നും ഇക്വാലിറ്റി ആണല്ലോ, അതുകൊണ്ട് എല്ലാ കുട്ടികളും, അത് പുരുഷന്മാരായിട്ടുള്ള, അതായത് ആൺകുട്ടികളുടെ കയ്യിൽ നിന്നും പെൺകുട്ടികളുടെ കയ്യിൽ നിന്നും ഈ ഫീസ് അങ്ങ് വർദ്ധിപ്പിക്കും. അങ്ങനെ വർദ്ധിപ്പിച്ച് ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം, 1000 രൂപയാണ് ഒരു മാസത്തെ സ്കൂൾ ഫീസെങ്കിൽ ഈ എക്സ്ട്രാ ക്ലാസ്സും അതും ഇതും കിടിപിടിയും എല്ലാം കൂടെ ചേർത്ത് സ്കൂൾ അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ 1500 രൂപയായിട്ട് ഇതങ്ങ് വർദ്ധിപ്പിക്കും. അപ്പോൾ ഈ ചിലവൊക്കെ ഇവിടെയുള്ള സാധാരണ മാതാപിതാക്കൾ എങ്ങനെ താങ്ങും എന്നുള്ളതാണ് എൻ്റെ അടുത്തൊരു സംശയം. ഇത് വലിയ ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വി.ഡി. സതീശൻ നമ്മുടെ പെരിച്ചാഴിയിൽ ഇരുമുടിക്ക് ടാക്സ് അടിക്കുന്നത് പോലെ ഈ മാധ്യമങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാനായിട്ട് ഇങ്ങനൊരു സാധനം പടച്ചുവിട്ട്, ഇങ്ങനൊരു സാധനം പടച്ചുവിട്ടപ്പോൾ ഇതിൻ്റെ പ്രായോഗികമായിട്ടുള്ള വശങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് വലിയ രീതിയിലൊരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് വേണം ഇങ്ങനൊരു സാധനം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടെന്നുള്ള സാമാന്യ ബോധം പോലും മലയാളിക്കില്ല എന്ന് അശ്വതി എന്ന് പറയുന്ന ആങ്കർ വിചാരിക്കരുത് എന്നാണ് എനിക്ക് എളിയ മനസ്സോടുകൂടി അവിടത്തോട് ബോധിപ്പിക്കാനുള്ളത്. അടുത്ത കാര്യം, ഈ ആർത്തവ അവധി എന്ന് പറയുന്നൊരു സാധനം വരുന്നു. ഈ ആർത്തവ അവധി വരുന്ന ഈ സമയം, അതായത് ഒരു കുട്ടിക്ക് ആർത്തവം ഉണ്ടാകുന്നു, ആ ആർത്തവം ഉണ്ടാകുന്ന ആ ദിവസം ചിലപ്പോൾ SSLC പരീക്ഷയുടെ അന്നാണെങ്കിൽ എന്ത് ചെയ്യും? പെട്ടെന്ന് പറ. അതായത് SSLC പരീക്ഷ നടക്കുകയാണ്, ആ ദിവസത്തിൽ കുട്ടിക്ക് ഒട്ടും വയ്യ, കുട്ടിക്ക് സ്കൂളിലേക്ക് വരാനും വയ്യ, കാരണം ആർത്തവ അവധിയുണ്ട്, ആർത്തവ അവധി എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ആ കുട്ടിക്ക് വേണ്ടി പ്രത്യേകം
ചോദ്യപേപ്പറുകൾ അടിച്ച് ആ കുട്ടിക്ക് വേണ്ടി മാത്രം വേറൊരു പരീക്ഷ സംഘടിപ്പിക്കുമോ, അതായത് ആ കുട്ടിക്ക് മാത്രം എക്സെപ്ഷൻ കൊടുത്ത് വേറൊരു പരീക്ഷ സംഘടിപ്പിക്കുമോ എന്നുള്ളതാണ് എൻ്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. നമ്മൾ ഈ ആർത്തവത്തെയോ ആർത്തവ അവധിയോ ആർത്തവത്തിൽ സ്ത്രീകൾക്കുണ്ടാവുന്ന വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളെ ഒന്നും തന്നെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. എല്ലാം അംഗീകരിച്ച് തന്നിരിക്കുന്നു. ആർത്തവത്തിൽ സ്ത്രീകൾക്ക് എഴുതി കിടക്കാൻ പറ്റില്ല, ഞാൻ സമ്മതിച്ചു. പക്ഷേ ഈ സമൂഹത്തെ ബാധിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതായത് സ്ത്രീകളുടെ ആർത്തവം എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ഫെമിനിസ്റ്റുകൾ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കുന്തളിക്കുമ്പോൾ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഈ പബ്ലിക്കിന് അതുകൊണ്ടുണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ലോഡ് ഈ പബ്ലിക്ക് ചുമക്കുന്നതിലൊരു പ്രശ്നമല്ല എന്ന് ഫെമിനിസ്റ്റുകൾ പറയും. കാരണം നിങ്ങളത് ചുമക്കണം, കാരണം നിന്നെയൊക്കെ പെറ്റത് അമ്മയാണ് എന്ന് പറയും. ശരി, ചുമന്നേക്കെ ഒരു കുഴപ്പമില്ല. പക്ഷേ പൈസ പോകുന്ന കേസിലൊന്നും നമുക്ക് ചുമക്കാൻ പറ്റില്ല. കാരണം പൈസ എന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞിനും നിന്നും അധ്വാനിച്ചുണ്ടാക്കുന്ന കേസാണ്. ഈ പൈസ പോകുന്ന കേസുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് സ്കൂളുകൾ ഫീസൊക്കെ വർദ്ധിപ്പിച്ച പാവപ്പെട്ട മാതാപിതാക്കളുടെ കയ്യിൽ നിന്നാണ് പൈസ പോകുന്നത്. അപ്പോൾ ഈ ആർത്തവ അവധിയാണോ യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ആർത്തവ ദിവസത്തിൽ ആ കുട്ടിക്ക് സുരക്ഷിതമായി സ്കൂളിലിരിക്കാനുള്ള സാഹചര്യമാണോ ഒരുക്കി കൊടുക്കേണ്ടത് എന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. കാള പറ്റൂ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉടനെ കയറെടുക്കുന്ന ആ സ്വഭാവം ശരിയല്ല എന്നാണ് ഈ ആർത്തവ ടീംസിനോട് എനിക്ക് പറയാനുള്ളത്. അവറ്റകളോട് പറഞ്ഞിട്ട് കാര്യമേ ഇല്ല. കാരണം ആർത്തവ കവാടം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ടീംസാണ്. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ പിടിച്ച് മറ്റേ നവീന ശിലായുഗത്തിലെ മനുഷ്യനാക്കി കളയും. അതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്കൂളുകളിൽ ആർത്തവ ദിവസങ്ങളിൽ ഒരു കുട്ടിക്ക് വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്. എന്തൊക്കെ ചെയ്യാം? അതായത് സ്കൂൾ ബാഗിൻ്റെ ലോഡ് കുറയ്ക്കാം, അല്ലേ? കുട്ടികൾക്ക് എല്ലാവർക്കും ഉതകുന്ന ഒരു നല്ലൊരു തീരുമാനമായിരിക്കും അത്. സ്കൂൾ ബാഗിൻ്റെ ലോഡ് കുറയ്ക്കാം, പോർഷൻസ് കുറച്ചുകൂടെ ഈസിയാക്കി കൊടുക്കാം. മോൾക്ക് ആർത്തവമില്ലേ, അതുകൊണ്ടൊരു കാര്യം ചെയ്യും, ഹോംവർക്ക് ഇന്നില്ല എന്ന് ടീച്ചർമാർക്ക് പറയാം, ഇല്ലേ? ഹോംവർക്ക് ചെയ്യേണ്ട, വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോളൂ എന്ന് ടീച്ചർമാർക്ക് പറയാം. സ്കൂളിൽ ആർത്തവം ഉണ്ടാകുന്ന കുട്ടികൾക്ക് പ്രത്യേകം കുടിക്കാനോ അല്ലെങ്കിൽ ശുചിമുറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള, ശുചിമുറി എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഫ്രണ്ട്ലി ആക്കി വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള, സ്കൂളിൽ കുട്ടികൾക്ക് സ്കൂൾ അധികൃതർ തന്നെ ആർത്തവമുള്ള കുട്ടിയെ പരിചരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാം. പിന്നെ എന്തിനാണ് സ്കൂളിൽ ആയമാരൊക്കെ ഉള്ളത്? അപ്പോൾ അങ്ങനത്തെ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ പല രീതിയിൽ ഈ കാര്യങ്ങളെയൊക്കെ ചെയ്യാതെ ആർത്തവമുണ്ടാകുന്ന കുട്ടിയെ സ്കൂളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ആ ഒരു ചേതോവികാരം എവിടെ നിന്നാണ് വന്നത് എന്നുള്ളതാണ് എൻ്റെ ന്യായമായിട്ടുള്ള സംശയം. ആർത്തവമുണ്ട്, അതെല്ലാ സ്ത്രീകൾക്കും ആർത്തവമുണ്ട്. ഈ ആർത്തവം എന്ന് പറയുന്നത് സ്ത്രീ എന്നു മുതൽ ഉണ്ടായോ അന്നു മുതൽ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ്. നിർഭാഗ്യവശാൽ പുരുഷന്മാരിൽ അതില്ല. എനിക്കതിനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഉള്ള ഒരു പുരുഷന്മാർക്ക് ഇപ്പോൾ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. നിർഭാഗ്യവശാൽ പുരുഷന്മാരിൽ അതില്ല. പ്രകൃതി നമുക്ക് ആ കഴിവ് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു പ്രോസസ്സ് ഉണ്ടാകുന്ന ഈ സമയത്ത് സ്ത്രീകൾക്ക് കുറച്ചുകൂടെ ഈ ആർത്തവ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്കൂളുകൾ ഉണ്ടാക്കി കൊടുക്കുകയല്ലേ കുറച്ചുകൂടെ എളുപ്പമെന്ന് പറയുന്നത്. പണ്ടൊരു രാജാവ്, ആ രാജാവ് നടന്നു പോയപ്പോൾ രാജാവിൻ്റെ കാലിലൊരു മുള്ളുകൊണ്ട്, ആ മുള്ളുകൊണ്ടപ്പോൾ രാജാവ് ഒരു ഉത്തരവിട്ട്, ഞാൻ നടന്നു പോകുന്ന പാതയിലെല്ലാം പട്ടുമെത്ത വിരിക്കട്ടെ എന്നാണ് ആ രാജാവ് പറഞ്ഞത്. ഇത് കേട്ട അവിടെ ബുദ്ധിയും ബോധമുള്ള ഒരു മന്ത്രി വന്നിട്ട് പറയുന്നത്, അതെന്തിനാണ് ഈ നടന്നു പോകുന്ന പാതയിലൊക്കെ പട്ടുപാവ് ഇരിക്കുന്നത്, തൻ്റെ തലയ്ക്ക് വല്ല ഓളമുണ്ട് എന്നാണ് മന്ത്രി ചോദിച്ചത്. എന്നിട്ട് ആ മന്ത്രി എന്ത് ചെയ്തു, കുറച്ച് പട്ടെടുത്തിട്ട് അല്ലെങ്കിൽ കുറച്ച് മെത്ത എടുത്തിട്ട് അല്ലെങ്കിൽ കുറച്ച് തുകലെടുത്തിട്ട് ആ രാജാവിൻ്റെ കാലൊന്ന് പൊതിഞ്ഞു. കാല് പൊതിഞ്ഞിട്ട് പറഞ്ഞു, ഇനി നടന്നു പോകുന്ന സ്ഥലത്തല്ല ഇത് വിരിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഈ കാലിൽ ഈ തുകലൊന്ന് ജസ്റ്റ് പൊതിഞ്ഞാൽ പോരെ, അതായത് 2 ചെരുപ്പിട്ടാൽ പോരെ, അപ്പോൾ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളെന്നൊക്കെ. അതായത് എലിയെ കൊല്ലാൻ ഇല്ലം ചുടേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്. എലിയെ കൊല്ലാൻ ഇല്ലം ചുടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ? ആർത്തവമുള്ള കുട്ടികൾ വരിക, അതിനിപ്പോൾ കൊടുക്കുന്നെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം, ഒരാൾക്ക് മാത്രം കൊടുത്താൽ പറ്റില്ല, എല്ലാവർക്കും കൊടുക്കുന്നെങ്കിൽ കൊടുക്കണം. പിന്നെ എനിക്കിവിടെയുള്ള ഫെമിനിസ്റ്റുകളോട് ചോദിക്കാനുള്ള ഒരു കാര്യമാണ്, ആർത്തവ ദിവസത്തിൽ ശബരിമലയെ വലിഞ്ഞു കയറണം, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, ആർത്തവം എന്ന് പറഞ്ഞാൽ അശുദ്ധിയല്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ സ്കൂളിൽ വരാൻ പറ്റില്ല, ഭയങ്കര വേദനയാണ്, അതുകൊണ്ട് നമുക്ക് സ്കൂളിൽ വരാൻ പറ്റില്ല, ഭയങ്കര അസ്വസ്ഥതയാണ് ഞങ്ങൾക്ക്, അതുകൊണ്ട് സ്കൂളിൽ എന്നാണ് ഇവിടെയുള്ള ഫെമിനിസ്റ്റുകൾ ഇതിനെ ന്യായീകരിച്ച് മെഴുകുന്നത്. പക്ഷേ ആർത്തവമുള്ള ദിവസം ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകണം, സ്കൂളിൽ വരാൻ പറ്റും, ഇല്ല റെസ്റ്റ് എടുക്കണം, വീട്ടിൽ നിന്ന് നമുക്ക് എണീക്കാൻ പോലും പറ്റില്ല, നമുക്ക് റെസ്റ്റ് എടുക്കേണ്ട സമയമാണ് ഈ സ്കൂളിൽ ഈ സംഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്കൂളിൽ വരാൻ പറ്റില്ല, പഠിക്കാനും പറ്റില്ല എന്നുള്ളത്. ഇവറ്റകളൊക്കെ ഈ സമൂഹത്തോട് ചെയ്യുന്ന ദ്രോഹം എന്ന് പറയുന്നത് ചില്ലറയൊന്നുമില്ല. ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് ആർത്തവമില്ല, അതെനിക്ക് പ്രകൃതി തന്നിട്ടില്ല, അതുകൊണ്ട് ദേവി ഇത് എന്നെ നവീന ശിലായുഗത്തിൽ കൊണ്ടിടൽ. ഇതിൻ്റെ ന്യായമായിട്ടുള്ള ചില സംശയങ്ങളാണ്. വെറുതെ എന്തിനാണ് ഒരു കുട്ടിയെ സ്കൂളിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിച്ച് മാറ്റി നിർത്തുന്നത്? അതായത് ആർത്തവമുണ്ട് ആ കുട്ടിക്ക്, അതുകൊണ്ട് 3 ദിവസം ഇനി സ്കൂളിൽ വരണ്ട, അത് കുട്ടി തന്നെ എടുക്കുന്ന തീരുമാനമാണ്. നമ്മളായിട്ട് പറഞ്ഞു വിട്ടാലേ പ്രശ്നമുള്ളൂ. അതുകൊണ്ട് നൈസായിട്ട് കുട്ടികളെ കൊണ്ട് തീരുമാനം എടുക്കുക. കുട്ടികൾക്ക് എന്തറിയാം,
അറിയാം, കുട്ടികൾ വിചാരിക്കും ആ ദിവസം വയ്യ എന്നാൽ പിന്നെ സ്കൂളിൽ പോകണ്ട എന്നല്ലേ കുട്ടി വിചാരിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു കൊച്ചു കുട്ടിയുടെ മുമ്പിൽ ഒരു എക്ലയസ് മുട്ടായിയും ഒരു 10 പവൻ സ്വർണ്ണവും വെച്ചാൽ കുട്ടി ഏതെടുക്കും? മുട്ടായി എടുക്കും. സ്വർണ്ണം എടുക്കും? സ്വർണ്ണം എടുക്കാനുള്ള ആ ബോധം കുട്ടിക്ക് വളർന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ സർക്കാർ എന്ത് ചെയ്യുന്നത്, തീരുമാനങ്ങളൊക്കെ ഇതുപോലെ കുട്ടികളെ മുമ്പിൽ അടിച്ചേൽപ്പിക്കുന്നത്. പിള്ളേരാണെങ്കിൽ ഇങ്ങനെ എപ്പോൾ അവധി കിട്ടട്ടെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ് വീട്ടിൽ പോയി കിടന്നുറങ്ങാനായിട്ട്. അങ്ങനത്തെ പിള്ളേരാണ് നമുക്കുള്ളത്. അത് പിന്നെ എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും അങ്ങനെയായിരുന്നു. എന്ന് SFI കാരമായിട്ട് പഠിപ്പ് മുടക്കുമെന്നാൽ അന്വേഷിച്ച് നടക്കുന്ന ഒരു ടീമായിരുന്നു ഞാനൊക്കെ, കാരണം വീട്ടിൽ ഇരിക്കാമല്ലോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എൻ്റെ ടേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ശരി.